കാമഭ്രാന്തല്ലേടാ ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. അത് ജനങ്ങളൊന്ന് മനസ്സിലാക്കിക്കോട്ടെ കാക്ക. അപ്പോ പ്രവാചകന്റെ ഒരു പെണ്ണുമായിട്ടുള്ള കളിയുടെ സമയമെന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? 9 മിനിറ്റിന് മുമ്പേ ഞാൻ പറഞ്ഞു പോയി അല്ലേ? അത് തെറ്റാണ്. നിങ്ങളാരും തിരുത്തിയുമില്ലല്ലോ. 60 മിനിറ്റ്. ഞാൻ 9 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ? അയ്യോ അപ്പൊ കൂടുതലായി പോയി. അല്ല, 9 മിനിറ്റ് അല്ല. അപ്പോ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഈ 60 മിനിറ്റിനെ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളും കണക്കിനൊക്കെ വീക്കാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വലിയ വശമൊന്നുമില്ല. 60 മിനിറ്റിനെ 11 ഭാഗിക്കുമ്പോൾ 5.45 മിനിറ്റ് ആണ് കിട്ടുന്നത്. മുമ്പേ ഞാൻ 9 എന്ന് പറഞ്ഞു. അപ്പോ ഈ 5 മിനിറ്റ് കൊണ്ടാണ് പ്രവാചകൻ ഒരു ഭാര്യയുമായി കാര്യം സാധിച്ചിട്ട് പോയിരുന്നത്. തുടയ്ക്കണ്ട, കഴുകണ്ട, കുളിക്കണ്ട, ഇതൊന്നും പ്രവാചകൻ ചെയ്തിട്ടുമില്ല എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ആരുമല്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇസ്ലാമിന്റെ അനിഷേധ്യ ഹദീസ് ഗ്രന്ഥം, ഇസ്ലാമിന്റെ പ്രാമാണിക ഗ്രന്ഥം പറയുന്നതാണ്. അപ്പോൾ ഭാര്യയെ ഓണാക്കി എടുക്കാൻ എത്ര സമയമാണ് പ്രവാചകൻ കണ്ടെത്തിയിരുന്നത്? നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നല്ലേ നോക്കേണ്ടത്. അപ്പോ ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ ആ പ്രവാചകൻ സ്ത്രീകളെ എത്രമാത്രം പരിഗണിച്ചിരുന്നു എന്നതിൽ നിന്ന് വ്യക്തമല്ലേ? സ്ത്രീകളുടെ ഇഷ്ടങ്ങൾ, സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ, അവരുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് പ്രവാചകൻ പരിഗണിച്ചിരുന്നത്? കാര്യം മനസ്സിലായല്ലോ. മോനെ ഇങ്ങോട്ട് വന്നേ. വിളിച്ചാ വരില്ല അല്ലേ? എസിയുടെ സ്വിച്ച് എന്നിട്ട് ഞാൻ വാട്സപ്പിലല്ലേ വിളിച്ചത്. ഇവൻ പോയിട്ടിടാം. എസിയുടെ ഇൻവെർട്ടറിൽ നിന്ന് മാറ്റി കറണ്ടിലാക്കിക്കോ കേട്ടോ. ഓക്കെ. അപ്പോ പ്രവാചകന്റെ 11 ഭാര്യമാരും 1 മണിക്കൂറും അല്ലെ, 1 കുളിയും 5.45 മിനിറ്റ് ആണ് പ്രവാചകൻ ഒരു ഭാര്യയുമായി സംസർഗത്തിനു വേണ്ടി വിനിയോഗിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഓണാകാനുള്ള സമയം ഉസ്താദിനോട് ആരാണ് വന്ന് പറഞ്ഞത് എന്നൊന്നും ചോദിക്കരുത്. ശരി, അപ്പോൾ പ്രവാചകന്റെ ലൈംഗികത, സെക്സ് പ്രവാചകൻ പഠിപ്പിച്ചത് ഉസ്താദ് പറയുന്നുണ്ട് കേട്ടോ. ഉടുപ്പ്, ബെഡ്ഷീറ്റ്, പെണ്ണിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം. ഖുർആൻ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫൗഖ്, മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ. പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയക്കലൻ ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയക്കലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസന്ധി, പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. പക്ഷേ ശീഘ്രസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്.
നിസാഉകും ഹർസുൻ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅതും. നിങ്ങൾ നിസാക്കൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. ഐ മിൻ ഐ ജിഹത്തിൻ ശിഅതും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ ഷിഹാബെ, വാപ്പയുടെ മുറിയില് ഒളിഞ്ഞു നോക്കിയിട്ടുള്ള വിജ്ഞാനമാണോ? കൊള്ളാലോടാ. വാപ്പയുടെ ഉമ്മയുടെ അറിവോടുകൂടി തന്നെയാണോ ഉമ്മയുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയത്? അതോ വാപ്പ പറഞ്ഞോ മോനെ ഞാനിതിനകത്തുണ്ടാവും, നീ സൈഡിൽ വന്നൊന്ന് നോക്കിയാൽ മതി എന്ന് വാപ്പ പറഞ്ഞോ? സിമിലി അല്ലേ? സിമിലി ഇത് നുണയല്ല. ഇത് ഇപ്പൊ അബൂബക്കർ കാസിമി പറയുന്നതാ. ഞാൻ നുണ പറഞ്ഞു എന്നാ വിചാരിക്കണതല്ലേ? ഇസ്ലാമിലെ കുറച്ച് പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, നസാഇ പോലെയുള്ള ചില ഗ്രന്ഥങ്ങളുണ്ടെന്നേ. ആ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടേ ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാകൂ. അത് മനസ്സിലാക്കി തരാനാണ് ഇതുപോലെയുള്ള പൊറോട്ട കെട്ടുകാര് കേട്ടോ. ന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറുത് പോലെയാണ്, അത് ഭൂമിയാണ്, വന്നൊട്ടുപ്പയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറുത് പോലെയാണ്, അത് ഭൂമിയാണ്, നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന പെണ്ണിനോടുള്ള ആദരവ് കുറഞ്ഞു പോയാ പറയണേ. ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? പുറകിലൂടെയോ, കായിമത്തിൽ നിന്നുകൊണ്ടോ, കായികത്തിൽ മുത്തുകാരിൽ നിന്നുകൊണ്ടോ, കായികത്തിൽ ഇരുന്നുകൊണ്ടോ, മുസ്തൽഖിയത്തിൽ മലർത്തി കിടത്തിയോ, ധരിച്ചു കിടത്തിയോ, പ്രവാചകന്റെ കളിയിലെ കരുതല് ഭാഗത്തിലൂടെയോ പിൻഭാഗത്തിലൂടെയോ പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. കരുതൽ എങ്ങനെയാണ് സൗകര്യം പോലെ എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർ കുറേ സ്വർണ്ണം കിട്ടും. കല്യാണം കഴിക്കാൻ കിടക്കല്ലേ? എങ്ങനെയാണ് ഹക്കിമേ അവനാ പറഞ്ഞു ഇത് പറയാതെ പോലെ എന്റെ ജീവൻ മൊത്തം തകർന്നു പോകും. അയലിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അയലിന്റെ സമയത്ത് അപ്പോ തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. പിന്നെ അതിലും ചില ഉലമാക്കൾ നമുക്കതാ മനസ്സിലാക്കണം. ഷിഹാബേ, നബിയുടെ ബെഡ്റൂമിന്റെ സൈഡിൽ നിന്ന് ഉസ്താദാടാ ഈ പറഞ്ഞു തരുന്നത്. മിണ്ടാതൊരു മൂലയ്ക്ക് കേട്ടോണ്ടിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കളിക്കാൻ നോക്കടാ, സുന്നത്തെങ്കിലും കിട്ടും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കളിയെ കുറിച്ചിട്ടല്ലേ പറയുന്നത്? കളിയിലെ പടച്ചവന്റെ കരുതലിനെ കുറിച്ച് ചിന്തിക്കാതെ ഉമ്മായും വാപ്പായും കളിച്ചോട്ടെ, നീ അവിടെ നിങ്ങോട്ട് മാറ് വൃത്തികെട്ടവനെ. നിന്നുകൊണ്ടൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം, പക്ഷേ ശുക്രം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയക്കല്ല് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലുവലുള്ള ഒന്നോ എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്? അതിലൂടെ മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയക്കല്ല് ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തിനാണിത്? നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ ഇസ്ലാം തരുന്നതിനാ. ഉസ്താദ് നമിച്ചു, ഗുരുവേ നമിച്ചു. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും മനസ്സിലാകാത്ത കുറച്ചു മടലുകള് ഇതിൽ കൂടുതൽ എങ്ങനെയാ പ്രവാചകൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? പിഴച്ചോന്റെ ആശയം എല്ലാം നാവുപിഴയാണല്ലോ. പടച്ചോന്റെ ആജ്ഞയനുസരിച്ച് കൃത്യമായിട്ടൊന്നുമല്ലെങ്കിൽ കളിയും കുളിയും നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഈ മഹാനായ പ്രവാചകൻ? പിന്നെ നിങ്ങൾ ഇവിടെ കളിക്കാൻ വണ്ണം കളിച്ചാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പോകാം. പിന്നെ കളിയൊക്കെ കഴിഞ്ഞു, ഇനി കുളി വേണ്ടേ? പറയൂ ഉസ്താദേ. പരസ്യം ഉണ്ടല്ലേ? ശരി, നമുക്ക് ജൂതന്റെ പരസ്യം വേണ്ട, ജൂതന്റെ വരുമാനമായിക്കോട്ടെ. അപ്പോൾ വരട്ടെ. ഔറത്ത് മറക്കാതെ കുളിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ കുളിക്കുന്നതിനെ കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്താണ് വിധി പറയുന്നത്? ഇസ്ലാമികമായ അതിന്റെ വിധി എന്താണ്? നമ്മൾക്ക് കുളിക്കുന്ന കക്കൂസും കുളിമുറിയും മുൻദ്വാരവും പിൻദ്വാരവും കളിയും കുളിയും ഇതൊന്നും വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ ഇസ്ലാമിന്. സമയത്ത്
പലപ്പോഴും ഒന്നെങ്കിൽ ടോയ്ലറ്റിലോ ബാത്റൂമിലോ അതല്ലെങ്കിൽ പരസ്യമായി പല പുഴവക്കിലോ മറ്റോ ഒക്കെ കുളിക്കുന്ന ആളുകളായിരിക്കും. ആ സമയത്ത് നഗ്നമായി കുളിക്കാൻ പറ്റുമോ? ഔറത്തൊന്നും മറക്കാതെ വെളിവാക്കിക്കൊണ്ട് കുളിക്കുന്നതിന് വിധി എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറയുന്നു, ആളുകൾ കാണുന്ന രൂപത്തിൽ പരസ്യമായി കുളിക്കുകയാണെങ്കിൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. ഒരിക്കലും ഔറത്ത് മറക്കാതെ കുളിക്കാൻ പറ്റില്ല. ഇനി തനിച്ചു കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറച്ചു കുളിക്കലാണ് ഏറ്റവും അഫ്ളൽ. അല്ലാതെ കുളിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠത. അതായത് കന്തൂറയിട്ട് കുളിക്കണം. ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് വേണമെങ്കിൽ ഒരു കോട്ടും ഇട്ടോ, ഒരു വലത്തൊപ്പി ഇടാമോ, എന്തെങ്കിലും ആവട്ടെ പുല്ല്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. മുത്തുനബി ഔറത്തിന്റെ വിഷയത്തിൽ വലിയ കണിശത പുലർത്തിയിട്ടില്ലേ? ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് ഔറത്ത് കാണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ മൂസാ നബിയെ കുറിച്ച് ആളുകൾ പറഞ്ഞു നടന്നു. ആ സക്കീർ മറ്റേ മോളെ എന്ന് പറയുമ്പം ആരുടെ മോളായിട്ട് വരും? അബ്ദുള്ളയുടെ മോനായിട്ട് വരുമോ മുഹമ്മദ്? അതോ അബൂജഹലിന്റെ മോനായിട്ട് വരുമോ? അതോ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയായിട്ട് വരുമോ? ആരുടെ മോനെ ഉദ്ദേശിച്ചത്? എനിക്ക് പറയാൻ വാപ്പയുണ്ട്. മുഹമ്മദ് അണ്ണന് വാപ്പയുണ്ടാ? ഉണ്ടടാ? അലവലാദികളെ എടുത്ത് വലിച്ച് കീറി ചവിട്ടി തേക്ക് ഞാൻ പൊയ്ക്കോടുന്ന്. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ഇനിയൊക്കെ മൂഞ്ചാനാണോടാ മദ്രസയിൽ പോയത്? ഉസ്താദിന് കമന്ന് കിടന്നു കൊടുക്കുക മാത്രമായിരുന്നില്ലടാ ചെയ്യേണ്ടത്. ആ കിതാബിലുള്ള സാമാനങ്ങൾ ഒന്ന് പാച്ചണം, അല്ലെങ്കിൽ മൂലയ്ക്ക് പോയിരി, പാപ്പിച്ച് തരാം, പാച്ചിട്ട് പൊയ്ക്കോ. നാറികളെ, ഇതൊന്നും ഇവന്മാരൊന്നും പറയുന്നത് കേട്ടിട്ടും തലയ്ക്കകത്ത് ഓളമാണോടാ തെണ്ടികളെ നിനക്കൊക്കെ. ഈ വൃത്തികെട്ട കാമഭ്രാന്തന്മാര് പറയുന്ന കാമഭ്രാന്തുകൾ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയാ പറയുന്നത്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്നാ പറയുന്നത്, പ്രവാചകൻ കളിച്ച കളിയും കുളിയുമാ പറയുന്നത്. അന്നേരം എന്നെ മറ്റേ മോളേന്നോ ഇറങ്ങി പൊയ്ക്കോ മറ്റേ മോനെ, എന്നിട്ട് നബിക്ക് ഏതെങ്കിലും ഒരു മോനെ കൊണ്ടുവന്ന് നിർത്ത് വാപ്പയായിട്ട് ചെല്ലേ. ഷിഹാബ് കുറെ നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് മോനൊരു മൂലയ്ക്ക് വരുന്ന മൂഞ്ചി ചെല്ലേ. മുത്തനബി പഠിപ്പിക്കുന്നുണ്ട്, ജനങ്ങൾ കാണുമ്പോൾ ഔറത്ത് മറക്കണം എന്ന് പറയുമ്പോൾ അല്ലാത്ത സമയത്ത് അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ളാഹു കാണുന്ന സമയത്തും ഔറത്ത് മറക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നതിന് മുൻപ് തന്നെ ഔറത്ത് വെളിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇരുന്നതിന് ശേഷം ആവശ്യമായ രൂപത്തിൽ ആ സ്ഥലങ്ങൾ മാത്രം വെളിവാക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതായത് ചുരുക്കം പറഞ്ഞാൽ തൂറാൻ പോകുമ്പോൾ പാന്റും നിക്കറും ഊരരുത്. ശരിയല്ലേ ഉസ്താദെ? ശരിയല്ലേ? മൂത്രം ഒഴിക്കാൻ പോകുമ്പോ സിബുണ്ടല്ലേ പാന്റില്, തൽക്കാലം അത് ചെയ്യാം. അപ്പോ മനസ്സിലായല്ലോ. അപ്പൊ കക്കൂസിൽ എന്താണ് ഉസ്താദെ പ്രശ്നം? എന്താണ് ഒന്ന് പറഞ്ഞില്ല? ആ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണം എന്നർത്ഥം. ഇനി അങ്ങനെ മറക്കാതെ നമ്മൾ ചെയ്താൽ പൈശാചികമായ ഒരുപാട് ഷെറുകൾ നമുക്ക് ഉണ്ടാവാൻ അത് കാരണമാണ്. ആ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് ഉസ്താദെ, പിശാച് ബാത്റൂമിലല്ലേ ഒളിഞ്ഞു നോക്കുള്ളൂ. പടച്ചോൻ കട്ടിലിന്റെ അടിയില. പടച്ചോനെ ഓരോ ബെഡ്റൂമിന്റെയും അടിയിൽ വന്നിട്ട് പെണ്ണെ നമുക്കിന്ന് കളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കാക്ക, കുറച്ച് പാത്രം കഴുകാനുണ്ട്, നീ നാശമാ പോവേ, നീ ഉരുപ്പിടിക്ക മാട്ടെ, കല്ലിലടിച്ച പൂക്കുല പോലെ ചിതറിത്തെറിപ്പേ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് പ്രാകലാണ് പടച്ചോന്റെ പണി. ഒന്നും അല്ലെങ്കിൽ പിശാച് എത്ര മാന്യതയുള്ള ആളാ. കക്കൂസിലല്ലേ പോയി കാത്തിരിക്കുന്നുള്ളൂ, അവിടെ ഉറപ്പായിട്ടും ആളുകൾ വന്ന് തുണി പൊക്കുമെന്ന് അറിയാം. അതുകൊണ്ട് മറ്റേ ബെഡ്റൂമിൽ കയറിയിരിക്കുന്ന പടച്ചോനെ കാട്ടി എന്ത് നല്ലവനാടാ പിശാച്, വരാ പിടിച്ചവന്മാരെ. ആ കുളിക്കുന്ന വിഷയത്തിലും മലമൂത്ര വിസർജനത്തിന്റെ സമയത്തുമൊക്കെ ഔറത്ത് മറക്കുന്ന വിഷയം കണിശമായി നമ്മളത് പുലർത്തണം. ഇത്രയും ആളുകളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച മതം വേറെയില്ല. സെക്സ് വിട്ടൊഴിഞ്ഞ് ഒരു മതമില്ല. ഇസ്ലാം വേണമെങ്കിൽ ഉറപ്പായിട്ട്